السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ സയ്യിദ് അവറുകളെ, അതുപോലെ നാസിർ ഫൈസി, വേദിയിലുള്ള മറ്റ് പണ്ഡിതന്മാർ, കാരണവന്മാർ, സമസ്തയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും നേതാക്കന്മാർ, സദസ്സിലുള്ള ആലിമീങ്ങൾ, ഉമറാക്കൾ, സമസ്തയുടെ അഭ്യുദയകാംക്ഷികൾ, അനുഭാവികൾ, അതുപോലെ ഇതൊക്കെ വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നിഷ്പക്ഷമതികളായ സത്യാന്വേഷികളായ ആളുകൾ, അല്ലാഹു നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. സുദീർഘമായ ഒരു പ്രസംഗം ഉദ്ഘാടനത്തിന് മഹാനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്താനിരിക്കുകയാണ്. ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നടന്നിട്ടില്ല. തങ്ങളെത്തിയതിനു ശേഷം അത് നടക്കും. അതുപോലെ നാസിർ ഫൈസി കൂടത്തായിയുടെ സഭയെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രസംഗം നടക്കുകയാണ്. അലവിദാരിയും ഈ കുയ്മണ്ണിയുടെ കണ്ടും കേട്ടുമുള്ള പ്രസംഗം ഇവിടെ വരാനിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പരിചയപ്പെടലിന് മാത്രം ഒരു 10 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ ചിലവഴിക്കുന്നു എന്ന് മാത്രം. പ്രിയ മുഅ്മിനുകളെ, നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ദീനുൽ ഇസ്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രചരിച്ചു എന്നതാണല്ലോ ചരിത്രപരമായ വസ്തുത. അതുകൊണ്ട് തന്നെ 1921 വരെ കേരളക്കരയിലുള്ള മുസൽമാൻ ഇസ്ലാമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യാതൊരു തർക്കവുമില്ലാതെ സംശയവുമില്ലാതെ യഥാവിധി നടത്തിക്കൊണ്ടിരുന്ന, വിശ്വസിച്ചുകൊണ്ടിരുന്ന, ആചരിച്ചുകൊണ്ടിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി 21 ശേഷം പുതിയ പുതിയ നവ ആശയങ്ങളും ചിന്താഗതികളും ഉടലെടുക്കുകയും ഈ ചിന്താഗതികൾ ഉടലെടുത്തപ്പോൾ നമ്മുടെ കേരളക്കരയിലുള്ള ആലിമീങ്ങൾ അതിനെ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കാനും അതിനെ തടയാനും ഒരു സംഘടന ആവശ്യമെന്നല്ല അത്യാവശ്യമാണെന്ന് കണ്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 1926 രൂപീകൃതമായതാണ് ഇന്ന് നാമൊക്കെ അണിനിരന്നിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ. തികച്ചും അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ, ഒരവസരത്തിൽ, ഒരാവശ്യത്തിന് വേണ്ടി പുതിയ എന്തെങ്കിലും ആശയങ്ങളോ വിശ്വാസങ്ങളോ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാതെ ഉള്ളത് അത് യഥാവിധി ജനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും വിശ്വസിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനുമൊക്കെ ഇവിടെ ഒരു വേദി ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതിനെതിരിൽ വരുന്ന പ്രസ്ഥാനങ്ങളെ നേരിടാൻ, ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രസ്ഥാനം ആവശ്യമാണ് എന്ന നിലയിലാണ് ഇവിടെ മഹത്തായ സമസ്ത രൂപീകൃതമാകുന്നത്. അല്ലാതെ സമസ്തയുടെ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, ചില ആളുകൾ ചോദിക്കും, അവർക്കറിവില്ലാത്തതുകൊണ്ട് 26 മുമ്പ്
ജീവിച്ചു മരിച്ചു പോയ ആളുകൾ അവരൊന്നും സ്വർഗത്തിലല്ലേ? അന്ന് സമസ്തയില്ലല്ലോ. അന്ന് സമസ്തയ്ക്ക് ആവശ്യമില്ലായിരുന്നു. സമസ്ത എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളവന്നൂരിൽ നിന്നുള്ള ലൈവാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സയ്യിദ് നൂറുദ്ദീൻ തങ്ങളവറുകളാണ് നമുക്ക് എത്തിച്ചേരുന്നത്. കാന്തപുരത്തിന്റെ സാക്ഷാൽ മരുമകൻ അബ്ദുൽ ബാരി ബാഖവി ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാട്ടിലെ ഏശാബാങ്കാണ്, ഉടൻ തിരിച്ചെത്തും. നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക. പല പ്രമുഖരും പ്രഭാഷണം നടത്താനുണ്ട്. അപ്പൊ എല്ലാവരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തെത്തിക്കുക. അവിടെയും ഇവിടെ തങ്ങി നിൽക്കുക. പ്രത്യേകിച്ച് ഇന്ന് രാത്രി നല്ല ചർച്ചയും ക്ലിപ്പുകളും ഉണ്ടായിരിക്കും, പല പുതിയ ക്ലിപ്പുകളും എന്ന സന്തോഷ വാർത്തയും കൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. നമ്മുടെ നാസർ ഫൈസി ഉസ്താദിന്റെ ഒക്കെ വലിയ പ്രഭാഷണം എത്താനുണ്ട്. മരുമകൻ പറയുമ്പോൾ തന്നെ അമ്മോശന്റെ തട്ടിപ്പുകൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാട്ടെ. കാരണം പല എതിർപ്പുകളൊക്കെ അബ്ദുൽ ബാരി ബാഖവി ഉസ്താദിനുണ്ട്. അപ്പൊ അതൊക്കെ തടസ്സം നീങ്ങി മുന്നോട്ട് പോവാൻ, ഈ സമസ്തയുടെ അജയശക്തിയിൽ മുന്നോട്ട് പോവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങൾ റെഡിയായി റൈസാർ ചെയ്തു വരണം. ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുദ്ദീൻ തങ്ങളാണ് നമുക്ക് ലൈവ് എത്തിച്ചേരുന്നത്. ഇൻഷാ അല്ലാഹ് ക്യാമറക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് 23-ാം തീയതി സഖാഫി സംഗമം നടക്കാൻ പോവുകയാണ് മലപ്പുറത്ത്. റഈസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ 25-ാം വാർഷിക ദിവസമായ അന്ന് പല പ്രമുഖ സഖാഫിമാരും അഹ്സനിമാരും സാദിമാരും പങ്കെടുക്കുന്ന വേദിയാണ്. മലപ്പുറത്ത് നിന്ന് 23-ന് ഉണ്ടാവും. തത്സമയം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. അതുപോലെ പുതുവത്സര ദിനത്തിൽ നന്ദി മുഖാമുഖം കാളമൂത്ര സാഹിത്യകാരൻ സക്കരിയാക്ക് വരാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയുമായിട്ട് ഇൻഷാ അല്ലാഹ് നന്ദിയുള്ള മുഖാമുഖം ഉണ്ടായിരിക്കും. അതൊക്കെല്ലാം തത്സമയം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കേൾക്കുവാൻ നമുക്ക് സാധിക്കും. പ്രമുഖ ദാരിമി പണ്ഡിതന്മാർ MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് മുഖാമുഖം നടക്കുന്നത്. തങ്ങളെത്തിയിട്ടുണ്ട്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സമസ്തയെന്ന് പറഞ്ഞാൽ ഒരു പുതിയ കണ്ടെത്തലുകളോ പുതിയ ആശയങ്ങളോ അല്ല. മാനലഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതാണോ അങ്ങനെ ജീവിച്ച ആ യഥാർത്ഥമായ ആ ദീൻ, അത് തന്നെയാണ് സമസ്ത. പിന്നെ സമസ്ത എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാകേണ്ടി വന്നത് ഈ സത്യമായ പാതയ്ക്കെതിരെ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കാനും ചിന്തിപ്പിക്കാനും തുടങ്ങിയപ്പോൾ അവർക്ക് ഒരു കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യത്തിലാണ്. ചുരുക്കത്തിൽ അങ്ങനെ സമസ്ത മുതൽ ഇന്നോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമസ്ത പിന്നിട്ട നാളുവഴികളിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളെ, ത്വരീഖത്തുകാരെ, പുതിയ പുതിയ ആശയക്കാരെ, ചിന്താഗതിക്കാരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേരിടേണ്ട സമയത്ത് പക്വമായ പാകമായ രീതിയിൽ, രൂപത്തിൽ നേരിടുകയും
ആ നേരിട്ടതൊക്കെ സത്യമാണെന്ന് കാലം വിളിച്ചു പറയുകയും ചെയ്തു. നമുക്കറിയാം, ഇവിടെ പുത്തനാശയക്കാർ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, സലഫികളെന്നും വഹാബികളെന്നും മുജാഹിദുകളെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങൾ അവരിന്ന് പിളർന്ന് എന്ന് പറഞ്ഞാൽ കേവലം സംഘടനാപരമായ പേരിലല്ല പിളരുന്നത്, ആശയപരമായിട്ടാണ് പിളരുന്നത്. സംഘടനാപരമായ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലാണെങ്കിൽ അവരുടെ ആശയം ശരിയാണെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. ഇന്ന് തൗഹീദ് എന്താണ് എന്ന് ഇരുട്ടിൽ കരിമ്പൂച്ചിയെ തപ്പുന്നത് പോലെ ഇവിടുത്തെ വഹാബികളും സലഫികളും അതുപോലെ മറ്റെല്ലാവരും അത്തരം പുത്തനാശയക്കാർ തൗഹീദ് എന്താണെന്ന് ഇന്നും അവർ പഠിച്ചിട്ടില്ല. ഒരു ഭാഗം തൗഹീദിന്റേതാണെന്ന് പറഞ്ഞ് പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, പിന്നീട് പറഞ്ഞു ഇല്ല അബദ്ധം പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു വിഭാഗം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു, മറ്റൊരു ഭാഗം പറ്റിയിട്ടില്ലെന്ന് പറയുന്നു. ചുരുക്കത്തിൽ ജിന്നുകളോട് സഹായം ചോദിക്കാം എന്നൊരു വിഭാഗവും പറ്റില്ലെന്ന് മറ്റൊരു ഭാഗം. ചുരുക്കത്തിൽ തൗഹീദ് എന്താണെന്ന് ഇത്രയും കാലം പഠിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് പ്രസംഗിച്ചിട്ട് നേതാക്കൾക്ക് പോലും തൗഹീദ് എന്താണ്, അതിന്റെ നിർവചനം എന്താണ്, ശിർക്ക് എന്താണ്, ശിർക്കിന്റെ നിർവചനം എന്താണ്, എന്നാലല്ലേ ഒരു കാര്യം ശിർക്കാണോ ബഹുദൈവാരാധനയാണോ അല്ലേ എന്നറിയണമെങ്കിൽ ഒന്നിന്റെ നിർവചനം അറിയണം. ഇന്നും അവർക്ക് ശിർക്ക് എന്താണെന്ന് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കഥ എങ്ങനെ തന്നെയാണ്. അവരും ഇവിടെ വലിയ വലിയ ആശയങ്ങളുമായൊക്കെ വന്നപ്പോൾ സമസ്ത അത് അംഗീകരിച്ചില്ല. അവരാദ്യമായി പറഞ്ഞിരുന്നത് ഇവിടെ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ്. ഞാൻ അതിലേക്കൊന്നും ഒരു സൂചിപ്പിക്കുക മാത്രം, അതൊക്കെ വിശദമായി ശേഷമുള്ള പ്രാസംഗികനോ സൂചിപ്പിക്കും. അവര് വോട്ടിനെ കുറിച്ച് പറഞ്ഞു, അത് വലിയ ഇവിടെ ഒരു പാർലമെന്റിലോ പഞ്ചായത്തിലോ എന്ന് വേണ്ട, നമ്മൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് താഗൂത്തി ഗവൺമെന്റിനെ സഹായിക്കലാണ്, വലിയ പാതകമാണെന്ന് പറഞ്ഞവർ ഇന്നുവരെ അതിനുവേണ്ടി രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതൊക്കെ സമസ്തയുടെ ഒരു കറാമത്ത് തന്നെയാണ്. അങ്ങനെ കാലങ്ങൾ പിന്നിട്ട് പോന്നപ്പോൾ ഒരുപാട് തബ്ലീഗ് ജമാഅത്തുകാരൻ വന്നു. തബ്ലീഗ് ജമാഅത്തുകാരൻ വന്നപ്പോൾ അവരുടെ രൂപം നല്ല താടിയാണ്, നല്ല തൊപ്പിയാണ്, വെള്ള ഡ്രസ്സാണ്, നല്ല ജുബ്ബയാണ്, പൈജാമയാണ്, ബിരിയാണിക്ക് വളരെ മുകളിൽ തുണിയാണ്, ആർക്കും കൈകളിൽ തസ്ബീഹ് മാലകളാണ്, ചുണ്ടിൽ പ്രത്യക്ഷത്തിൽ ദിക്റുകളുമാണ്. ജനങ്ങളോട് കുട്ടികളോട് വൈതെറ്റി നടക്കുന്ന പാലത്തിലും വഴിയോരങ്ങളിലുമൊക്കെ ലക്കും ലഗാനുമില്ലാതെ ഇരിക്കുന്ന കുട്ടികളോട് പള്ളിയിൽ വരാനും മദ്യപിക്കാതിരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം പ്രത്യക്ഷത്തിൽ അവരെ എതിർക്കാൻ ഒരു സംഘടനയ്ക്ക്, സമസ്ത പോലെയുള്ള ഒരു മതസംഘടനയ്ക്കല്ലാതെ അവരെ എതിർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? പ്രത്യക്ഷത്തിൽ അവർ ദീനാണ് കാണുന്നത്, അവരുടെ രൂപം ദീനാണ്, ഭാവം ദീനാണ്, പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ ദീനാണ്. പക്ഷേ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിലെ ഉലമാക്കൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, അവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ഒരുപാട് പടച്ചറബിന് അള്ളാഹുവിന് കളവ് പറയൽ ജായിദാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുൻ നബിയ്യു എന്ന് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തുകൊണ്ട് സലാം പറയണമെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുമ്പോൾ നബിതങ്ങളെ പോയിട്ട് നബിതങ്ങൾ ഒരിക്കലും ഓർക്കാൻ പാടില്ല, നീചമായ നികൃഷ്ടമായ ഒരു ജീവി ഓർത്താലും നബിതങ്ങളെ ഓർക്കാൻ പാടില്ലെന്നുള്ള ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസ വൈകല്യങ്ങൾ അവരെ ഉള്ളതുകൊണ്ട് തന്നെ സമസ്ത അവരുടെ രൂപം നോക്കിയില്ല, അവരുടെ ഭാവം നോക്കിയില്ല, അവരുടെ തസ്ബീഹ്മാലകളെ കുറിച്ച് ചിന്തിച്ചില്ല, അവരുടെ വിശ്വാസ പ്രമാണം തെറ്റാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉറക്കെ പറഞ്ഞു. ഖാദിയാനികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഖാദിയാനികൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് നേരത്തെ പറയാൻ സമസ്തയാണ് ഉണ്ടായിട്ടുള്ളത്. പല ആളുകളും ശങ്കിച്ചു നിന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം, സമസ്തയുടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളും സമസ്തയുടെ വലിയ വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഈ സമസ്ത എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന് പൂർവസൂരികളായ പണ്ഡിതന്മാർ ഇതിന്റെ അസ്ഥിവാരമിട്ടത്, ശീലമാകിയത് മനുഷ്യന്റെ ഈമാനിന് കാവൽ നിൽക്കാനാണ്.
ഇവിടെയുള്ള സാധാരണക്കാരനെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ്. ആ ഒരു പ്രവർത്തനം സമസ്ത ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വടക്കേ ഇന്ത്യയുടെ കഥയിൽ നിന്നാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ബംഗാളികളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവർക്ക് ഫാത്തിഹ അറിയില്ല. ഫാത്തിഹ പോലും അറിയാത്ത എമ്പാടും മുസ്ലിങ്ങൾ, കേരളത്തെക്കാൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. അവിടെയൊക്കെ ഒരു ഫാത്തിഹ പോലും അറിയാത്ത ആളുകളാണുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നെയല്ലേ. ഹജ്ജിന് വേണ്ടി അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിസ്കാരം പഠിപ്പിക്കുന്നില്ല, അത്തഹിയ്യാത്ത് പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കല്ലെറിയേണ്ടത്, അതുപോലെയുള്ള ഹജ്ജിന്റെ അർക്കാനുകളും വാജിബാത്തുകളും മുബ്തിലാത്തുകളും ഒക്കെ പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലുള്ളവൻ ഹജ്ജിന് പോകുമ്പോൾ അവനോട് ആദ്യം നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കും. ഈ ഒരു മാറ്റം എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ട് അവിടെ പണക്കാരില്ലാത്തത് കൊണ്ടല്ല, അതുപോലെ മറ്റാരുമില്ലാത്തതല്ല. പക്ഷേ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവര് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ഫാത്തിഹ പോലും അറിയാത്തവരായി. മാത്രമല്ല തബ്ലീഗ് ജമാഅത്തുകാരൻ വടക്കേ ഇന്ത്യയിൽ വന്നപ്പോൾ അവിടെയുള്ള ഉലമാക്കൾ സംഘിച്ചു നിന്നുപോയി. അല്ലോ, ഇവരുടെ താടി കണ്ടാൽ, ഇവരുടെ തൊപ്പി കണ്ടാൽ, ഇവരുടെ ഡ്രസ്സ് കണ്ടാൽ, ഇവരുടെ ജുബ്ബ കണ്ടാൽ, ഇവരുടെ കൈകളിലുള്ള തസ്ബീഹ് മാല കണ്ട് നമ്മൾ അവരെ എതിർത്താൽ നമ്മെ ജനങ്ങൾ എതിർക്കുമോ എന്നവർ പേടിച്ചു. ജനങ്ങൾ പറയില്ലേ, നിങ്ങൾ ആരെയാണ് ഈ എതിർക്കുന്നത്? തലയിൽ തൊപ്പി വെച്ച താടിയുള്ള ഇവരെ നിങ്ങൾ എതിർക്കുകയാണോ? പള്ളിയിൽ സദാസമയം പള്ളിയിൽ പോകുന്നവർ, പള്ളിയിലേക്ക് ആളുകളെ തെളിച്ചു കൊണ്ടുപോകുന്നവർ, ഇവരെ നിങ്ങൾ എതിർത്താൽ, അല്ലെങ്കിൽ അവരെ എതിർത്താൽ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമാകും. അപ്പൊ നമ്മൾ അവരെ എതിർക്കാൻ പോകണ്ട എന്ന് വടക്കേ ഇന്ത്യയിലെ ആലിമീങ്ങൾ വിചാരിച്ചപ്പോൾ അവിടെ എമ്പാടും പള്ളികൾ തബ്ലീഗ് ജമാഅത്തുകാരന്റെ കയ്യിലേക്ക് പോയി. എന്നാൽ കേരളത്തിലുള്ള സമസ്ത എന്ന് പറയുന്ന ഈ മഹിതമായ സംഘടന ആരുടെയും താടിയോ തൊപ്പിയോ ഡ്രസ്സോ നോക്കാതെയാണ് വിശ്വാസ പ്രമാണം എന്താണ്, ഇത് ശരിയാണോ തെറ്റാണോ വ്യാജമാണോ അടിസ്ഥാനപരമാണോ എന്നാണ് നോക്കുന്നത്. അവരുടെ രൂപവും ഭാവവും ഇന്നുള്ള പ്രശ്നത്തിലല്ല, നമ്മുടെ ആനുകാലിക പ്രശ്നത്തിലല്ല, ഇതിന് മുമ്പുള്ള പ്രശ്നത്തിലും ഇവിടെ തബ്ലീഗ് ജമാഅത്തുകാരൻ വന്നപ്പോൾ നോക്കിയിട്ടില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ പുറത്തുള്ള അറേബ്യൻ കൺട്രികളിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ ഒമാനിലൊക്കെ വളരെ നേരത്തെ ഒരു കുട്ടിയുടെ സുന്നത്ത് കർമ്മം നടക്കുമ്പോൾ, ഒരു പെൺകുട്ടിയെ പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എന്നുവേണ്ട ഒരു നാട്ടിലുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൗലിദ് ഓതിയിട്ട് ചെയ്തിരുന്ന അറേബ്യയുടെ പല നാടുകളിലും ഇന്നവിടെ മൗലിദ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നത്? പുതിയ ആയത്തിറങ്ങിയതാണോ, ഹദീസ് ഇറങ്ങിയതാണോ, അല്ലെങ്കിൽ അവിടെ സലഫികൾ വിദേഹത്തിന്റെ ആളുകൾ സജീവമായി പ്രവർത്തിക്കുകയും കേരളത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണോ? അല്ല, കേരളത്തിൽ പ്രവർത്തിച്ചു, അവർ ഗൾഫിലും പ്രവർത്തിച്ചു. പക്ഷേ ഗൾഫ് നാടുകളിൽ സമസ്തയെപ്പോലെ ജനങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിത സംഘടന ഇല്ലാതെ പോയതിന്റെ പേരിൽ അവിടെയൊക്കെ 20 റക്അത്തുള്ള പള്ളികളിൽ ഒരുപാട് പള്ളികളിൽ 8 വന്നു. കേരളക്കരയിൽ വന്നു. കേരളക്കരയിൽ അവരുണ്ടാക്കിയ പള്ളിയിൽ 8 വന്നു എന്നല്ലാതെ ഇന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു 20 നിസ്കരിക്കുന്ന ഒരു പള്ളിയിൽ 8 നിസ്കരിച്ച് ഇമാമ് എഴുന്നേറ്റ് പോയാൽ ആ ഇമാമിന്റെ കുന്നി പിടിച്ച് അവിടെ ഇരുത്താൻ മാത്രം സാധാ ജനങ്ങളുടെ ഹൃദയത്തിൽ സുന്നത്ത് ജമാഅത്ത് രൂഢമൂലമായി കിടക്കുകയാണ്. സാധാ ജനങ്ങൾ അവർക്ക് തെളിവെന്താണെന്നറിയില്ല, ആയത്തും ഹദീസും അറിയില്ലെങ്കിലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമിനെ അവിടെ നിർത്താൻ മാത്രം നമ്മുടെ സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിനെ പ്രവേശിപ്പിച്ചത് ആരാണ്? എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിലുണ്ടായില്ല, ഗൾഫ് കൺട്രികളിലുണ്ടായില്ല, കേരളത്തിൽ മാത്രമുണ്ടായത്? നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള മൺമറഞ്ഞുപോയ സമസ്തയുടെ ആലിമീങ്ങൾ അവരുടെ പ്രവർത്തനം കൊണ്ട് സാധാരണക്കാരന്റെ ഹൃദയത്തിൽ സുന്നത്ത് ജമാഅത്ത് രൂഢമൂലമായി അത് വിശ്വാസമുറച്ചു. സമസ്ത ഇവിടെ എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. സമസ്ത ചെയ്ത് ഇത് തന്നെയാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്രസകൾ, 10,000-കണക്കിന് മദ്രസകൾ ഈ ഒരു സംവിധാനം സമസ്ത ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമസ്ത പിന്നിട്ട വഴികളിൽ അത് ജനങ്ങളെ കാണിക്കാനോ പത്രക്കാരെ കാണിക്കാനോ
ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും മനുഷ്യന്റെ മനസ്സുകളിൽ, മൂമിനിന്റെ ഹൃദയങ്ങളിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ വിശ്വാസത്തെ അരക്കിത്തുറപ്പിക്കാൻ സമസ്ത പ്രവർത്തിച്ചു എന്ന് ഒരു ഭംഗിവാക്കല്ല. നിങ്ങളെ ചരിത്രത്തിലേക്ക്, നാടുകളിലേക്ക് പരിശോധിച്ചാൽ നമുക്കൊക്കെ വ്യക്തമാകുന്ന കാര്യമാണ്. ഈ സ്റ്റേജിൽ കയറി ഒരു ഭംഗിവാക്ക് പറഞ്ഞു പോവുകയല്ല. വടക്കേ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ഗൾഫ് കൺട്രികളിലേക്കും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സമസ്ത ഇവിടെ ചെയ്തിട്ടുള്ള, സമസ്തയുടെ പിന്നിട്ട ആലിമീങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനം വളരെ പച്ചയായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഒരുപാട് വ്യാജ തരീക്കത്തുകൾ വന്നപ്പോൾ നക്ഷബന്ദി തരീക്കത്ത് എന്ന പേരിൽ ഞങ്ങളുടെ കൊടുവള്ളിക്കടുത്ത് ഒരു തരീക്കത്തിന്റെ ആളുകൾ വന്നു. ഒരു ഷേഖ്, അയാൾ ആദ്യമൊക്കെ ജനങ്ങൾക്ക് ബൈഅത്ത് ചെയ്തു, ജനങ്ങൾക്ക് ദിക്റുകളൊക്കെ ചെല്ലാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ കുറച്ചു നാളുകൾ പിന്നിട്ടപ്പോൾ ഷേഖിന് ആളായി അത്യാവശ്യം കാശുമൊക്കെ ആയപ്പോൾ അയാൾ ശരീഅത്തിനെതിരെ തിരിഞ്ഞു. അയാൾ ശരീഅത്ത് വിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ലേബിൾ, അഡ്രസ് നക്ഷബന്ദി തരീഖത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. സമസ്ത നോക്കി നിന്നില്ല. സമസ്തയ്ക്ക് വേണമെങ്കിൽ പേടിക്കാമായിരുന്നു. നമ്മൾ ഇതിനെ എതിർത്താൽ, ഈ തരീഖത്തിന്, ഷെയ്ഖിനെ എതിർത്താൽ ആളുകളൊക്കെ പറയും, നിങ്ങൾ നക്ഷബന്ദി തരീഖത്തിനല്ലേ എതിർക്കുന്നത്? നക്ഷബന്ദി തരീഖത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുഖേന ഉള്ളതല്ലേ? ഒരുപാട് ഔലിയാക്കന്മാരുള്ള കണ്ണിയായി ചേർന്ന് നക്ഷബന്ദി തരീഖത്തിനെ നിങ്ങൾ എതിർക്കുമോ? തെറ്റല്ലേ എന്ന് ആളുകൾ ചോദിക്കുമോ എന്ന് സമസ്തയുടെ പരമായി ചിന്തിച്ചില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഏതെങ്കിലും വിവരമില്ലാത്തവർ ചിന്തിച്ചാലും ഇത് നക്ഷബന്ദി തരീഖത്തിനെയല്ല എതിർക്കുന്നത്. നക്ഷബന്ദി തരീഖത്തിന്റെ പേരിൽ ഒരു ഷെയ്ഖ് നടത്തുന്ന തട്ടിപ്പ്, ഒരു ഷെയ്ഖ് നടത്തുന്ന ഒരു ഷെയ്ഖ്, വ്യാജ ഷെയ്ഖ്, അയാൾ നക്ഷബന്ദി തരീഖത്തിന്റെ ഖലീഫയാണെന്ന് പറഞ്ഞിട്ട് ശരീഅത്തിന് വിരുദ്ധമായി അയാൾക്ക് വേണ്ടി നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് പോകണ്ട, റൗള അവിടെയുണ്ട്, അവരുടെ ഭാഷയിലുള്ള റൗളയുണ്ട്, കാബമുണ്ട്, ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് ഹജ്ജിന് പോലും യാത്ര ചെയ്യേണ്ടാത്ത രൂപത്തിൽ ഹജ്ജും എല്ലാ ഉംറയുമൊക്കെ തന്റെ വീട്ടിന്റെ മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ടുള്ള ഷെയ്ഖ്, അയാളുടെ ടൈറ്റിൽ, അവരുടെ മദ്രസയുടെ ഇന്നും പേര് അൽ മദ്രസത്തുൻ നക്ഷബന്ദിയ എന്ന്. ആ പേരുള്ളത് കൊണ്ട് നമ്മൾ എതിർത്താൽ നക്ഷബന്ദി തരീഖത്തിനെ എതിർക്കുകയാണെന്ന് കരുതിയിട്ട് ആളുകൾ സമസ്തയെ കുറ്റം പറയുമോ എന്ന് വാണിയമ്പല ഉസ്താദ് ആലോചിച്ചില്ല. വാണിയമ്പല ഉസ്താദ് വയനാട്ടിൽ വെച്ച് അവർക്കെതിരെ പ്രസംഗിച്ചപ്പോൾ അവർ ആസിഡ് ബൾബ് എറിഞ്ഞു. മഹാനായ ഖുത്ബി തങ്ങൾ പൂനൂരിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ഒരുപാട് സത്യാന്വേഷികൾ ആ വാദത്തിൽ നിന്ന്, ആ ഷെയ്ഖിൽ നിന്ന് ഒഴിവായി യഥാർത്ഥമായ ദീനിലേക്ക് തിരിച്ചു വന്നു, കലിമ ചൊല്ലി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും ഒന്നിനെ എതിർക്കുമ്പോൾ അതിന്റെ പേരിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതിയിട്ട് സമസ്ത എതിർക്കാതിരുന്നിട്ടില്ല. അങ്ങനെയാണ് സമസ്ത പിന്നിട്ടിട്ടുള്ള വഴികൾ. എന്നും ഇവിടെ വ്യാജമായത് വന്നാൽ അത് ത്വരീഖത്താണെങ്കിലും എന്താണെങ്കിലും അതിനെയൊക്കെ എതിർത്തു. ആ കൂട്ടത്തിൽ ഈ അടുത്ത് വന്ന വ്യാജമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജമായ വന്നിട്ടുള്ള മുടി എതിർത്തു. അപ്പോൾ പല ആളുകളും പറഞ്ഞു, അങ്ങനെ നിങ്ങൾ എതിർത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പിനെ എതിർക്കുമെന്ന് ആളുകൾ വിചാരിച്ചില്ലേ? അങ്ങനെ വിചാരിച്ചു മിണ്ടാതിരുന്നില്ല. എവിടെ മിണ്ടാതിരുന്നില്ല? തബ്ലീഗ് ജമാഅത്തുകാരന്റെ രൂപവും ഭാവവും കണ്ട് വടക്കേ ഇന്ത്യയിലെ ആലിമീങ്ങൾ നിശങ്കതരായി അവരെതിർക്കാതിരുന്നു. പക്ഷേ അതവിടെ വ്യാപകമായി. പിന്നീട് അത് ബാത്തിലാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് എതിർക്കാൻ കഴിയാതെ അവർ ശക്തമായി മാറി. ഞാനീ പറഞ്ഞു നക്ഷബന്ദി തരീഖത്തിനെ അല്ല നമ്മൾ എതിർത്തത്, അതിന്റെ പേരിൽ വ്യാജമായി വന്ന ഷെയ്ഖിനെ എതിർത്തു. ഇവിടെയും അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ആസാറുകളെ, ശേഷിപ്പുകളെ നമ്മൾ എതിർത്തില്ല. പക്ഷേ ആ ആസാറിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന തട്ടിപ്പുകൾ അതിനെ സമസ്ത എതിർത്തു. അത് സമസ്ത പിന്നിട്ട വഴികളിൽ ചെയ്തിട്ടുള്ളതാണ്. അതാരോടെങ്കിലും ഒരു വ്യക്തിയോടുള്ള വ്യക്തിവിരോധമല്ല, അതെന്തെങ്കിലും ഒരു സംഘടനാപരമായ പ്രശ്നമല്ല. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ബോംബെയിലും അതുപോലെ തന്നെ അബുദാബിയിലുമുള്ള രണ്ടുപേർ നടത്തുന്ന വ്യാജമായൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുക എന്നത് ഒരിക്കലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത, സമസ്തയെന്നല്ല ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വ്യക്തമായ ഈ വ്യാജമായ കേശം, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വ്യക്തമായി ആളുകൾ പറയാനിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
നിങ്ങൾ ആലോചിച്ചു നോക്കണം പ്രിയമുള്ളവര്. നിങ്ങൾക്കറിയാം, നമുക്കറിയാം, ഇസ്ലാമിന്റെ ആദ്യ ചരിത്രത്തിൽ തന്നെ യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ തൊപ്പി നഷ്ടപ്പെട്ടു പോയ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. തന്റെ തൊപ്പി നഷ്ടപ്പെട്ടപ്പോൾ മഹാനവറുകൾ വളരെയധികം വ്യാകുലനായി പ്രയാസപ്പെട്ടു, വിഷമിച്ചു. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഒരു കീറിപ്പറഞ്ഞ ഒരു തൊപ്പി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ. അപ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പറഞ്ഞതെന്താ? എനിക്കെന്റെ തൊപ്പി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലല്ല പ്രശ്നം. ആ തൊപ്പിക്കുള്ളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടിയുണ്ടായിരുന്നു. അതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. ഏത് പോർക്കളത്തിലും ഞാൻ ശത്രുവിനോട് നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തത് ഞാൻ തലയിൽ അണിഞ്ഞിരുന്ന എന്റെ തൊപ്പിക്കുള്ളിൽ മഹാനായ റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പായ ഒരു മുടിയുടെ കഷ്ണമുണ്ട്, അതായിരുന്നു. ആ തൊപ്പി നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ആ മുടി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഖാലിദ് ബിൻ വലീദ് തങ്ങൾ അവിടെ ഇത്ര പ്രയാസപ്പെട്ടത്? ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന മീറ്റർ കണക്കിന് നീളമുള്ള ആയിരക്കണക്കിന് മുടിക്കെട്ടുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഇങ്ങനെ പരമ്പരയായി പോരുകയാണെങ്കിൽ ഒരു മുടിക്കഷ്ണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എന്തിനാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു എന്തിനാണ് വ്യാകുലനായി? നേർക്കുനേരെ പറയുകയാണെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ അന്നാണല്ലോ കൂടുതൽ 10 കൂടുതൽ അന്നുണ്ടാകണ്ടേ. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിനാണുള്ളത്, അതും മീറ്റർ കണക്കിന് നീളത്തിൽ. ഇത് നേരത്തെ അടിസ്ഥാനപരമായി പോരുന്നതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് മഹാനവറുകൾ ഇവിടെ വ്യാകുലനായത്? ആളുകൾക്ക് സഹാബാക്കൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, എന്തിന് ആ നീളമുള്ള കെട്ടിൽ നിന്ന് ഒന്നേറെ കഷ്ണം മുറിച്ചെടുത്തോളൂ എന്ന് പറയാനല്ലേ ഉള്ളൂ. അന്നിത് കിട്ടാക്കനിയാണ് എന്ന് ഇന്നലകളിലല്ല. 2005 മുമ്പ് ഹിജ്റയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു കിട്ടാക്കനിയാണ്. അതുകൊണ്ടാണ് പല മഹാന്മാരുടെ ചരിത്രവും വായിച്ചാൽ നമുക്കറിയാം, എനിക്കെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ ഞാൻ എന്റെ സർവ്വതും ഞാൻ കൊടുത്ത് ഞാൻ അത് വശത്താക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാർ, സൂഫിയാക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവരുന്ന മുടിയുടെ മാർക്കറ്റ് റേറ്റ് 1000 ഉറുപ്പിക പോലും വരികയില്ല എന്നതാണ് സത്യം. നിങ്ങൾ ആലോചിക്കും. സർവവും വിറ്റ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടിയുടെ ശേഷിപ്പ് എനിക്ക് കിട്ടിയാൽ അത് ഞാൻ സ്വന്തമാക്കുമെന്ന് ഇന്നലകളിലല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറം കഴിഞ്ഞുപോയ മഹാനതന്മാർ അവർ ചിന്തിക്കുകയും എവിടെ നിന്ന് കിട്ടാൻ, ആരുണ്ട് വിൽക്കുന്നവർ, എവിടെയുണ്ട് കിട്ടാൻ, എവിടെയുണ്ടെന്ന് മൊത്താൻ എന്നാഗ്രഹിച്ചിരുന്നത്. ഇന്ന് അമ്പലക്കടവിന് കിട്ടിയത് 5500 റുപ്യ കൊടുത്തപ്പോൾ അയാൾക്ക് 7 എണ്ണമാണ് കിട്ടിയത്. ഒന്ന് അരിച്ചു നോക്കൂ, ഒന്നിന് 1000 റുപ്യ വരുമോ? 18 എണ്ണമാണ് ജിസാന് കിട്ടിയത്. ഇതാണ് ഇന്നത്തെ ഇവർ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ മാർക്കറ്റ് വില. ഇത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളേത് പ്രസ്ഥാനമെന്നതല്ല ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകാം, ലീഗാവാം, കോൺഗ്രസ് ആകാം, INL ആകാം, PDP ആവാം, എന്തുമാകാം, അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ കെട്ടിക്കണക്കിന് മുടി കൊണ്ടുവന്നിട്ട് അതിവിടെ പ്രവാചകന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് കാശാക്കുമ്പോൾ അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മൂമിന് കഴിയുമോ? ഇസ്ലാമിക ചരിത്രം അറിയുന്ന ഒരാൾക്ക് കഴിയുമോ? ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്കും കഴിയില്ല. കെട്ടിക്കണക്കിന് മുടി ഇന്നലകളിലില്ല, അതിന്റെ അപ്പുറത്തേക്കില്ല. ഉണ്ടെങ്കിൽ അതിന് ചരിത്രമുണ്ടാകും. ഇവിടുത്തെ ശമായിലുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമായിൽ പറയുന്ന ഒരിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചെവിക്കുറ്റി വരെയുള്ളൂ. എന്തിനാണ് ഹുറൈമുൽ ഉസൈദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീത്ത പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറഞ്ഞല്ലോ തന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ? ഹുറൈമുൽ ഉസൈദി നല്ല മനുഷ്യനാണ്, പക്ഷേ അയാളുടെ മുടി ഇത്തിരി നീണ്ടുപോയി. എത്തിരി നീണ്ടത്? ഈ ചെവിക്കുറ്റിയേക്കാൾ ഇത്തിരി നീണ്ടുപോയി. അതുകൊണ്ട് അദ്ദേഹം നല്ല ആളല്ല, അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ഇന്ന് ഓതിക്കൊടുക്കുമ്പോൾ
ആ കുട്ടി ചോദിക്കില്ലേ, ഉസ്താദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെവിക്കുറ്റിയേക്കാൾ ഇത്തിരി താഴ്ന്നുപോയ മുടിയുടെ പേരിൽ ഖുറൈമുൽ ഉസൈദിയെ ശരിയായില്ലെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അരക്കെട്ടിന് താഴെയല്ലേ? നമ്മൾ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇത് നിസ്സാര പ്രശ്നമല്ല. അല്ലെന്ന് പറഞ്ഞാൽ കുട്ടികളെ എടുത്തുകൊണ്ടുവരും. ഇതാ 6 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെട്ടാത്തതിന്റെ പേരിൽ നബിയുടെ മുടി അരക്കെട്ടിലും താഴെ ഉണ്ടായിരുന്നു എന്ന് മറുഭാഗത്തുള്ള ആളുകൾ എഴുതിയ രേഖ കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഉസ്താദ് എങ്ങനെയാ ക്ലാസ് എടുക്കുക? ഒന്നുകിൽ ഖുറൈമുൽ ഉസൈദിയോട് നബി ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയണം, അല്ലെങ്കിൽ അരക്കെട്ടിന് നമ്മുടെ ചന്തിയുടെ അരയുടെ താഴെ മുടി നീട്ടി നബി നടന്നു എന്ന് ഇവർ പറയുന്നത്. എന്തിനാ അവർ പറയേണ്ടി വന്നത്? ഈ ഹസ്റജിയുടെ കെട്ടിലും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ജാലിവാല നൂലാവാലയുടെ ബോംബെയിലുള്ള ഇക്ബാൽ ജാലി നൂലാവാലയുടെ കെട്ടിലുമുള്ളത് മീറ്റർ കണക്കിന് മുടിയാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവരെന്ത് പറഞ്ഞു? 6 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെട്ടിയില്ല, അപ്പോൾ ചന്തിക്കെട്ടിനിതായ മുടിയുണ്ടായി. ഒരു ചരിത്ര വിദ്യാർത്ഥി ചോദിക്കുകയാണ്, എന്നാൽ ഒരു ചെവിക്കുറ്റിയേക്കാൾ ഇത്തിരി താഴോട്ട് മുടിയിറങ്ങിയ ഖുറൈമുൽ ഉസൈദിയോട് നബി എന്തിനാ ചീത്ത പറഞ്ഞത്? നബിയുടെ മുടി ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ഒരു ചരിത്ര വിദ്യാർത്ഥിയോട് നമുക്ക് ദീൻ പറയാൻ കഴിയുമോ? ഇതൊക്കെ ഒരു ചില്ലറ പ്രശ്നമാണെന്നോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ ഒരു നിസ്സാര പ്രശ്നമാണ്, സംഘടനാ പ്രശ്നമാണ്, സംഘടന പ്രശ്നമാണ്, ഫണ്ടുകളാണ്. ഇത് സംഘടനാ പ്രശ്നമല്ല. ഇസ്ലാമിന്റെ ചരിത്രം വികലമാക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരനായിട്ട് ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്നല്ല എല്ലാവരും ചരിത്രം പഠിച്ചവരൊക്കെ പ്രവാചകനെ സുന്ദരനായി മനസ്സിലാക്കുമ്പോൾ ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള ചരിത്രം പഠിക്കേണ്ടത് നബി അരക്കെട്ടിന് താഴെ മുടി നീട്ടി നടന്ന ഒരു പ്രാകൃതനായിരുന്നു. ആരാണ് ഇത് പറയുന്നത്? ഇതിന്റെ പിന്നാലെ പക്ഷേ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്, തങ്ങന്മാരുണ്ട്, അവർക്കിതൊന്നും അറിയില്ല. ഇവർ ഇത് എഴുതിയതും ഇവർ പ്രചരിപ്പിക്കുന്നതുമെന്നും അവർക്കറിയില്ല. അവരിതൊന്നും വായിക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾക്കതൊന്നും അറിയില്ല എന്ന് പറയും. പക്ഷേ ഇത് അറിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മതിച്ചു കൊടുത്താൽ നാളെ ഇതാണ് ഇവിടെ ചരിത്രം വരിക. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഈമാനിന്റെ പ്രശ്നമാണ്. ഇത് ഒരു സംഘടനാ പ്രശ്നമല്ല. ഈ വിശ്വാസത്തെ, ഇവരുടെ ഈ വാദത്തെ നമ്മൾ എതിർത്തിട്ടില്ല എങ്കിൽ നാളെ ചരിത്രത്തിൽ വരട്ടെ. ഇങ്ങനെ സ്റ്റേജുകൾ കെട്ടിയിട്ട് നമ്മൾ ഇതിനെ എതിർത്തിരുന്നു. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കെട്ടിന് താഴെ മുടി നീട്ടിയെന്ന് നാളെ ചരിത്രമായി, ഇവരുടെ ചരിത്രമായി വരുമ്പോൾ ഇല്ല, നമ്മൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്നത് ഇവിടെ ചരിത്രമായി വരണം. എന്നാലേ ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കൂ. പ്രത്യേകപക്ഷീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സാധാരണയിൽ ഒരാളെ ഒരു ചെരുപ്പ് വാങ്ങാൻ പോയാൽ തന്റെ കാലിനകത്ത് ഒരു ചെരുപ്പില്ലെങ്കിൽ അടുത്ത പീടികയിൽ കയറും, അല്ലെ പിന്നെ ചെരുപ്പ് വരുന്നതുവരെ കാത്തിരിക്കും, അല്ലെങ്കിൽ മോഡലൊന്ന് മാറ്റും എന്നല്ലാതെ ഈ എടുത്ത ചെരുപ്പ് കാലിന് പറ്റാത്തതുകൊണ്ട് കാലാരും മുറിക്കാറില്ല. പക്ഷേ ഇവര് ചെയ്തതെന്താണ്? ഇവരുടെ കയ്യിൽ, ഇവർക്ക് കൊടുത്ത 2 പേരുടെയും കയ്യിൽ കെട്ടിക്കണക്കിന് മുടി. നമ്മൾ പറയുകയല്ല. ചില ആളുകൾ ചോദിക്കും, ആരാ പറഞ്ഞത് കയ്യിലുണ്ടെന്ന്? ഉണ്ടെന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഹസ്റജിയുടെ കയ്യിൽ, ഹസ്റജി വശം തിരുശേഷിപ്പിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ 2 വലിയ കെട്ടുകൾ തന്നെയുണ്ട് എന്ന് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. തിരുകേശം മദീനയുടെ സമാനം എന്ന പുസ്തകം നമ്മൾ എഴുതിയതല്ല, ആ പുസ്തകത്തിലുണ്ട്. അതുപോലെ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ നാട്ടിനടുത്ത് കത്തറമൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വാഗതം പറയുക, നമുക്കെതിരിൽ വേദി കെട്ടിയിട്ട് സ്വാഗതം പറയുന്നവൻ പറഞ്ഞത്, ഞാൻ അബുദാബിയിൽ പോയി, അങ്ങനെ ഹസ്റജിയുടെ ആ മുടിക്കെട്ടിന്റെ ഞാൻ പോയി അദ്ദേഹത്തെ കാണാൻ പോയി. ഒരു മുടിയല്ല, 100 കണക്കിന് മുടിയുടെ കെട്ടുകൾ അവിടെയുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞു. നമ്മുടെ സ്റ്റേജിലല്ല, അവർ നമ്മൾക്ക് മറുപടി പറയാൻ കെട്ടിയ സ്റ്റേജിൽ സ്വാഗതം പറയുന്ന ഒരു മൗലവി പറഞ്ഞു, അയാൾ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ചില ആളുകൾ അങ്ങനെ അയാളുടെ അടുത്തില്ല, ആരാ പറഞ്ഞെന്ന് ചോദിക്കുന്നു. ഇവരെഴുതി. പിന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ അതവിടെ പോയി കണ്ടവരുണ്ട്. അത് കൊടുക്കുന്ന ചിത്രമൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ചുരുക്കത്തിൽ 1ഉം 2ഉം 1000ഉം അല്ല, മീറ്റർ കണക്കിന് നീളമുള്ള കെട്ടിക്കണക്കിന് മുടികൾ ഈ 2 പേരും ബിസിനസ്സായി വിൽക്കുമ്പോൾ ഈ 2 സ്ഥലമല്ലാത്ത വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അങ്ങനെ ഒന്നുണ്ടായിരുന്നു വെക്കാമായിരുന്നു. ഇവർ പറഞ്ഞത്
ഒന്ന് ഹസ്റജി കൊണ്ടു കൊടുത്തു. ഈ ഹസ്റജിയുടെ പിതാവ്, അഹമ്മദിന്റെ പിതാവ് മുഹമ്മദ് ഹസ്റജി, വർഷങ്ങളോളം സമസ്തയുടെ ആലിമീങ്ങൾ എന്നല്ല കേരളക്കരയിലുള്ള എമ്പാടും ആലിമീങ്ങൾ അയാളുടെ മടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ ബന്ധപ്പെട്ടു, സംസാരിച്ചു. ഒരുപാട് ആഹാറുകളെ കുറിച്ചും ദീനീ കാര്യങ്ങളും ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്ര 2 കെട്ടുമുടി പരമ്പരാഗതമായി അഹമ്മദ് ഹസ്റജിയുടെ പിതാവായ മുഹമ്മദ് ഹസ്റജിയുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ദിവസമല്ല 10-25 വർഷം അദ്ദേഹവുമായി ബന്ധപ്പെടുകയും കിതാബുകൾ നോക്കുകയും ചർച്ച ചെയ്യുകയും ആധാറുകളെ കുറിച്ചൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള ഓരൊറ്റ ആലിമിനോടും ഇദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പരമ്പരയിൽ ഇങ്ങനെ 2 കെട്ടുമുടിയുണ്ട്. അങ്ങനെ പറയണ്ടേ? ഒരു സാഹിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് അത്ര സാധ്യതയില്ല. അതൊരു ഭാഗം. അത് ദീനീയായ ഭാഗം. ദീനീയായ അല്ലാത്ത ഭാഗമാണ് ഞാൻ പറയുന്നത്. ഒരു നഖലിയായ മറ്റ് ഭാഗം. ആ ഭാഗം വെക്കുമ്പോൾ ഇയാളുടെ വാപ്പ പറയേണ്ടതല്ലേ? ഒരാളോട് ഒരു ദിവസമല്ല, കേരളത്തിലെ മിക്കവാറും ആലിമീങ്ങൾ, അബുദാബിയും സന്ദർശിച്ചുള്ള ആലിമീങ്ങൾ, ഏതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ അവരൊരാൾ പറയല്ലോ, ആരെങ്കിലും ഒരാൾ പറയട്ടെ, ഞാൻ അയാളുടെ അടുത്ത് താമസിച്ച് ഇന്ന സമയത്ത് 2 കെട്ടുമുടി ഉണ്ട് എന്ന് അയാളുടെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരാൾ മറുഭാഗത്തുനിന്ന് പറയട്ടെ. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വാപ്പയുടെ, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ പിതാവിന്റെ അടുക്കൽ എന്തെങ്കിലും അത്തരം ഒരു സാധനമുണ്ടായാൽ അതും അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി, അതും ഈ വരുന്ന ആളുകൾ കച്ചവടം പറയുന്നവരല്ല, കൃഷിയെക്കുറിച്ച് പറയുന്നവരല്ല, കിതാബുകളും ആഹാരങ്ങളും പറയുന്നവർ, അവരോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇതേ മുഹമ്മദ് ഹസ്റജിയുടെ സാക്ഷാൽ മകൻ ഹസൻ ഹസ്റജി പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയില്ലേ ഇല്ല. അയാൾ അവിടെ തൗഖാഫിനെ എഴുതി കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അങ്ങനെ പരമ്പരാഗതമായി എന്ന് ഏതെങ്കിലും ഒരാളോട് പറഞ്ഞതായിട്ട് ഇവിടെയുമില്ല. ഇത്രയും വ്യാപകമായ തെളിവുകൾ ഉണ്ടായിട്ടും അവനെവിടെ നിന്നോ കൊണ്ടുവന്നു, ഇതേ പേരിൽ അവൻ വിൽക്കുകയോ എന്തോ ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ ഒരു സംഘടനാപരമായ പ്രശ്നമായി കാണരുത്. ഇത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയം. ഇത്രയും തെളിവുകൾ നിലനിൽക്കുമ്പോൾ പിന്നീട് അവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പിന്നെ ഒരു സംശയത്തിന് ലോക മുസ്ലിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു കാര്യം എന്താ? ഇങ്ങനെയൊക്കെ വന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ, തന്റെ ആധാരങ്ങൾ, തന്റെ ശരീരം, അതിന് ചില പ്രത്യേകതകൾ ലോക മുസ്ലിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ലോക മുസ്ലിങ്ങൾ 25 വരെ, 2025 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തീയിലിട്ടാൽ കരിയുകയില്ല, കത്തിപ്പോയില്ല, അതിന് നീരില്ല. അതുപോലെ തന്നെ അതിൽ മധുരം പുരട്ടിയാൽ പോലും ഉറുമ്പോ ഈച്ചയോ അതിൽ വന്നു വീഴുകയില്ല. ഇങ്ങനെയൊന്ന് പരിശോധിക്കാമായിരുന്നു. ഇത് നമ്മൾ മാത്രമല്ല, ലോകത്ത് ഇതിന്റെ മുമ്പ് മുസ്ലിങ്ങളൊക്കെ പരിശോധിച്ചതും മുസ്ലിങ്ങളുടെ വിശ്വാസവുമാണ്. പക്ഷേ അവിടെയും അവർ കാലുമുറിച്ചു, ചെരുപ്പിനൊപ്പിച്ച്. കാരണം നമ്മൾ കൊണ്ടുവന്നു, കത്തിച്ചപ്പോൾ കത്തിപ്പോയി. അപ്പോൾ അവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ അവരെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമിക വിശ്വാസമല്ല, അതൊക്കെ ഹൈദീയങ്ങളും പുരാണങ്ങളും വൈണവ വിശ്വാസങ്ങളുമാണ്. ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് നേരെയാ കത്തിവെക്കുന്നത്. പക്ഷേ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഭാഗത്തുള്ള ഒരുപാട് സാധുക്കൾ അവരിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചില ആളുകളോട് ചോദിച്ചാൽ പറയും, ഞാനത് വിശ്വസിച്ചിട്ടില്ല, ബാക്കിയൊക്കെ സംഘടനയൊക്കെ തന്നെ. പക്ഷേ അവരോട് നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് പരസ്യമായി പറയണം. നിങ്ങളുടെ കീഴിലുള്ള താഴെയുള്ള കുട്ടികൾ ഇത് വിശ്വസിക്കാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാഫിറുകളാണെന്നാണ് ഒരുപാട് കുട്ടികൾ പറയുന്നത് പരസ്യമായി. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആ സുഹൃത്തിനോട് മറുഭാഗത്തുള്ള ഒരു കുട്ടി പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു ഞങ്ങൾ കൊണ്ടുവന്ന മുടി നബിയുടേതാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങളൊക്കെ കാഫിറുകളാണെന്ന്. ഈ കുട്ടികൾ ഇങ്ങനെ പറയാൻ കാരണം, അതിന്റെ തലമുന്നിട്ടുള്ള 40-50 വയസ്സായിട്ടുള്ള ആലിമീങ്ങളുണ്ട്. അവരെ നോക്കിയിട്ടാണ് അവരുടെ സ്റ്റേജിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആ മുടി അംഗീകരിക്കുന്നില്ല എന്നത് അവരോട് പറയാത്തതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ ഇത് അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക്. അതുകൊണ്ട് ഒരു കാര്യമേ നമ്മൾക്ക് പറയാനുള്ളൂ, അത്തരം ആളുകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോ നമ്മൾക്ക് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ആ കാര്യം നിങ്ങളുടെ താഴെയുള്ള അണികളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇത് വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് വിശ്വസിക്കാത്ത കേരളത്തിലുള്ള
ഒരുപാട് മോമിനീങ്ങളായ ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഈ കുട്ടികൾ പറയാൻ കാരണം അവർക്കേതോ ഒരു പത്രം വായിക്കുന്ന അറിവും മറ്റവരുടെ മൊബൈലുകളിൽ വരുന്ന വിവരവുമല്ലാതെ ലോകവിവരങ്ങളും അവർക്കില്ല, അതവർ ചിന്തിക്കാറുമില്ല. പക്ഷേ ഇത് ചിന്തിക്കുന്ന കുറെ ആളുകൾക്ക് ഇത് വ്യാജമാണെന്നറിയാം. അവർക്കത് പറയാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾക്ക് വ്യാജമാണോ അല്ലേ എന്ന് അറിയില്ല, എന്നാൽ നബിയുടേതാണെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറില്ല. അത്തരം ആളുകൾ അണികളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അണികൾ പിഴക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. നിങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ആലിമീങ്ങളെ ചീത്ത പറയുന്നത്. മഹാനായ പാറന്നൂർ ഉസ്താദിന് അല്ലാഹു മർക്കദഹു, അല്ലാഹു മഹാനവറുകളുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനെ പോലും ചീത്ത പറഞ്ഞവർ, പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മൂരി എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തെറിഞ്ഞ ആളുകൾ, കുട്ടികൾ. ഉസ്താദ് നേരിട്ട് നമ്മുടെ പല ആളുകളോടും പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, ഉസ്താദ് മരിച്ചതിന് ശേഷം ഉസ്താദ് വലിയ ആളായിരുന്നു എന്ന് പറയുന്നവരോട് നിങ്ങളൊക്കെ ഉസ്താദിനെതിരാണെന്ന് കരുതിയിട്ടാണ് കുട്ടികൾ ഇങ്ങനെ വിളിച്ച് കല്ലെടുത്തെറിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവാദി നിങ്ങളല്ലേ? അല്ലെ നിങ്ങൾ പറയണം. പറന്നൂർ ഉസ്താദ് ഉപയോഗിച്ചിട്ടില്ല, കളമ്പാടി ഉസ്താദ് ഉപയോഗിച്ചിട്ടില്ല എന്ന് മരിച്ചതിന് ശേഷമല്ല പറയേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ പറയണം. മരിച്ചതിന് ശേഷം പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പറയാത്തത് കൊണ്ടാണ് മൂരി സമസ്തക്ക് കാള പ്രസിഡന്റ് എന്നൊക്കെ പേര് പറയാൻ കാരണം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ്. ഞങ്ങളതൊന്നും പറയാറില്ല, ഞങ്ങൾ അവരൊക്കെ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരോടൊപ്പമാണ്. അവരുടെ സ്റ്റേജ് പങ്കിടുന്നത് കൊണ്ട് ഈ കുട്ടികൾ ചെയ്യുന്ന സർവത്ര തമ്മാടിത്തരത്തിന്റെയും ഉത്തരവാദിത്വം ഇത് മിണ്ടാതിരിക്കുന്ന ഇത്തരം ആളുകൾക്കുണ്ടാകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ഇത് ഈമാനിനെ സ്പർശിക്കുന്ന കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തെ സ്പർശിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നീചനും നികൃഷ്ടനുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. അവരെല്ലായിടത്തും മീലാദും നബിയും മദൂർ റസൂലും വെച്ചതുകൊണ്ട് കാര്യമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്ന് ഇവരെഴുതിയത് വെച്ച് ഒരു ചരിത്ര വിദ്യാർത്ഥി പഠിച്ചാൽ ഒരു യഥാർത്ഥമായ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സമരം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യഥാർത്ഥമായ ദാത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത്. വ്യാജത്തിനെ എതിർക്കാനാണ്. അതാര് കൊണ്ടുവന്നു എന്ന് സമസ്ത നോക്കിയില്ല. നക്ഷബന്ദിയെ നോക്കിയില്ലല്ലോ, തുബലി ജമാഅത്ത് ആ വിഷയത്തിൽ നോക്കി, ഇവിടെയും നോക്കിയില്ല. എന്ത് നോക്കി? ഇതിവിടെ പ്രചരിച്ചാൽ നബി സല്ലല്ലാഹു ഒരു പവന് 22,000 രൂപ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടിക്ക് 1000 രൂപ വരാത്ത അത്രയും നിലവാര തകർച്ചയുള്ള ഒന്നായി പ്രവാചകനെ ചിത്രീകരിക്കുക എന്നത് ഹൃദയം, ചിന്ത, മൈൻഡ് എവിടെയും പണയം വെച്ചിട്ടില്ലാത്ത, ഒരു കേന്ദ്രത്തിലും ഹൃദയം പണയം വെച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഹൃദയം ആർക്കെങ്കിലും അടിമപ്പെട്ടിട്ടില്ലാത്ത, ആർക്കെങ്കിലും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത സർവത്ര ആളുകളും മൂമിനുകളും നിഷ്പക്ഷമതികളും ഈ വിഷയങ്ങളൊക്കെ ചിന്തിക്കണമെന്നും, ഒരുപക്ഷേ ഇതിനിവിടെ മറുപടി വരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് മറുപടിയുണ്ടോ എന്നുകൂടി ആലോചിക്കണമെന്നും സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.